കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. രുക്മിണി സ്വയംവരമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. രുക്മിണി സ്വയംവരം കേട്ടിട്ടില്ലാത്ത എല്ലാവരും നമ്മുടെ ചാനലിൽ ഇന്നലെ രുക്മിണി സ്വയംവരം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും രുക്മിണി സ്വയംവരം കേൾക്കണം. അങ്ങനെ ഭഗവാൻ രുക്മിണീ ദേവിയെ വിവാഹം കഴിച്ചതിനു ശേഷം എന്ത് സംഭവിച്ചു, അതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി, അതിനേക്കാളുപരി ക്ഷമയോടുകൂടിയിരുന്ന് നിങ്ങൾ അവസാനം വരെ കേൾക്കണം. കാരണം ഭാഗവതത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. അങ്ങനെ വിവാഹത്തിന് ശേഷം ആനന്ദകരമായ ദാമ്പത്യ സുഖം അനുഭവിച്ചു വാഴുന്ന ആ കാലത്ത് ഒരു നിശാവേളയിൽ ശയനമണിയറയിൽ വെച്ചിട്ട് രുക്മിണീ ദേവി സന്താന ലാഭത്തിനു വേണ്ടി അനുഗ്രഹിക്കണം എന്ന് കൃഷ്ണനോട് പറയുന്നു. ഒരു സ്ത്രീ ആയാൽ അവൾ ഒരു മാതാവാകാൻ ആഗ്രഹിക്കും. മാതൃത്വമാണ് അവളുടെ ജീവിതം ധന്യമാക്കി തീർക്കുന്നത്. അതുകൊണ്ട് അലയോ ദേവി, അവിടുന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. രുക്മിണിയിലുണ്ടാകുന്ന പ്രഥമപുത്രൻ കാമദേവന്റെ വംശജനായിരിക്കണമെന്ന് ബ്രഹ്മദേവൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാമവൈരിയായ പരമശിവന്റെ അനുഗ്രഹം കൂടി ഈ പുത്രലാഭത്തിന് ആവശ്യമാണ്. ഇങ്ങനെ ഭഗവാൻ ചിന്തിക്കുകയാണ്. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് തൻ്റെ പ്രിയതമയെ കൃഷ്ണൻ സമാധാനപ്പെടുത്തുന്നു. അന്നത്തെ രാത്രി അങ്ങനെ കഴിച്ചു കൂട്ടിയതിനു ശേഷം അടുത്ത ദിവസം രാവിലെ കൃഷ്ണൻ യാദവ നേതാവായ ഉഗ്രസേനൻ, ശൂരസേനൻ, ഉദ്ധവർ, സാത്യകി തുടങ്ങിയവരെ സഭാമണ്ഡപത്തിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, പുണ്യദേവാലയമായ ബദര്യാശ്രമം വരെ ഒന്ന് പോയാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മോക്ഷപ്രദമായ നരനാരായണ വിഗ്രഹത്തെ ദർശിച്ചിട്ട് കഴിയുന്നതും വേഗം ഞാൻ തിരിച്ചു വരാം. അതുകൊണ്ട് തന്നെ രാജ്യഭരണ വിഷയത്തിൽ നിങ്ങളെല്ലാവരും ഏക മനസ്സോടുകൂടി പ്രവർത്തിക്കണം. ജ്യേഷ്ഠനോട് എല്ലാ കാര്യങ്ങളും ആലോചിക്കണം. ശത്രുക്കൾക്ക് പ്രവേശിക്കുവാനുള്ള ഒരു പഴുതും നൽകരുത്. ധർമ്മകാര്യങ്ങൾക്ക് വിലോപം വരരുത്. അനീതിയെ ചെറുക്കണം, നീതിയെ പുലർത്തണം. ഇങ്ങനെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അവരെ ഏൽപ്പിക്കുന്നു. അങ്ങനെ സഭ പിരിഞ്ഞതിനു ശേഷം ഭഗവാൻ ഏകനായി പൂന്തോട്ടത്തിൽ പ്രവേശിക്കുന്നു. അങ്ങനെ ആ പൂന്തോട്ടത്തിൽ നിന്നുകൊണ്ട് കൃഷ്ണൻ ആരെ മനസ്സിൽ ധ്യാനിക്കുന്നു? ഗരുഡനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പക്ഷീന്ദ്രൻ ഭഗവാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് തൊഴുതുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, അവിടുത്തേക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിക്കുന്നു. അപ്പോൾ കൃഷ്ണൻ അരുളി ചെയ്തു, എനിക്ക് മൃത്യുഞ്ജയ ദർശനത്തിനു വേണ്ടി കൈലാസം വരെ ഒന്ന് പോകണം. ഇങ്ങനെ ഭഗവാൻ ഗരുഡനോട് പറയുന്നു. ഉടൻ തന്നെ ഗരുഡൻ
തൻ്റെ ചിറകുകൾ പരത്തി ഭൂമിയിലേക്ക് താഴ്ന്നു വരുന്നു. ഭഗവാൻ അപ്പോൾ ഗരുഡൻ്റെ കണ്ഠത്തിന്മേൽ ആരൂഢനായി. തൽക്ഷണം തന്നെ ഗരുഡൻ ആകാശത്തിലേക്ക് ഉയരുകയും കൈലാസപർവ്വതം ലക്ഷ്യമാക്കി പറക്കുവാനും തുടങ്ങി. ഗരുഡാരൂഢനായി ആകാശവീഥിയിൽ സഞ്ചരിക്കുന്ന ജഗന്മോഹനെ കണ്ട് ദേവലോകത്തിലെ ദേവന്മാരും ഗന്ധർവന്മാരും കിംപുരുഷന്മാരും നാരദാദി ബ്രഹ്മർഷി മുഖ്യരും എല്ലാവരും തന്നെ അദ്ദേഹത്തെ സ്തുതിച്ച് പാടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ്. അതായത് ആകാശത്തിലൂടെ ഗരുഡാരൂഢനായി ഭഗവാൻ അങ്ങനെ സഞ്ചരിക്കുന്നു കൈലാസപർവ്വതം ലക്ഷ്യമാക്കി. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ മനസ്സിൽ ആ കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ പുറകിന്, അതായത് ഗരുഡാരൂഢനായ ഭഗവാന്റെ പുറകിൽ ആരൊക്കെ സഞ്ചരിക്കുന്നുണ്ട്? നാരദൻ സഞ്ചരിക്കുന്നുണ്ട്, ഗന്ധർവന്മാർ, യക്ഷന്മാർ, ദേവന്മാർ, ഇവരെല്ലാവരും ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഭഗവാന്റെ പുറകിനിങ്ങനെ സഞ്ചരിക്കുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ബദര്യാശ്രമം കാണുകയാണ്. ഉടൻ തന്നെ ബദര്യാശ്രമത്തിലേക്ക് ഭഗവാൻ ഇറങ്ങുകയാണ്. കാരണം ഉദ്ധവരോടും ശൂരസേനനോടും സാത്യകിയോടും ഉഗ്രസേനനോടുമൊക്കെ ബദര്യാശ്രമത്തിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും ഇറങ്ങിയത്, ദ്വാരകയിൽ നിന്നിറങ്ങിയത്. അങ്ങനെ ഈ പോകുന്ന വഴിക്ക് ഭഗവാൻ എവിടെ ഇറങ്ങുന്നു? ബദര്യാശ്രമത്തിൽ ഇറങ്ങുന്നു. ഭഗവാന്റെ വാക്ക് സത്യമാകണം. അതുകൊണ്ടാണ് ഭഗവാൻ എന്തു ചെയ്തത്? അവിടെ ഇറങ്ങിയത്. കൂടാതെ തന്നെ കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അനവധി മുനികളും ഭക്തന്മാരും ഈ ബദര്യാശ്രമത്തിൽ തപസ് ചെയ്യുന്നുമുണ്ട്. അവർക്ക് ദർശനം നൽകണം. ഇങ്ങനെയുള്ള പല ഉദ്ദേശങ്ങളും ഭഗവാന് ഉണ്ട്. അതുകൊണ്ടാണ് കൃഷ്ണൻ അവിടെ ഇറങ്ങിയത്. അങ്ങനെ ഗരുഡൻ്റെ പുറത്ത് വന്ന് ബദര്യാശ്രമത്തിൽ ഇറങ്ങിയ ഭഗവാനെ കണ്ടതും അവിടെ തപസ്സു ചെയ്തുകൊണ്ടിരുന്ന മഹർഷികളും ഭക്തന്മാരും തങ്ങൾ കാണുവാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ഇത് എന്നുള്ള വിശ്വാസത്തോടു കൂടി അദ്ദേഹത്തെ എതിരേൽക്കുന്നു. എന്നിട്ട് എല്ലാവരും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പ്രണമിക്കുന്നു. തൻ്റെ ദർശനം മോഹിച്ചിരുന്ന അവർക്ക് അങ്ങനെ അനുഗ്രഹം നൽകുകയാണ് കൃഷ്ണൻ. പിശാചരൂപികളും പ്രാകൃതന്മാരുമായിരുന്ന ഖണ്ഡൻ, കർണൻ തുടങ്ങിയ ശിവഭൂതഗണങ്ങളെ ശിവപ്രിയനായ കേശവൻ തൃക്കൈകളാൽ സ്പർശിക്കുന്നു. അതോടുകൂടി അവർ സുന്ദര രൂപികളായി തീരുന്നു. തങ്ങളെ കൂടി കൈലാസത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് മുനിമാരും ഭക്തന്മാരും അപേക്ഷിച്ചതനുസരിച്ചിട്ട് ഭഗവാൻ ഇവരെയൊക്കെ തൻ്റെ കൂടെ ഗരുഡൻ്റെ പുറത്ത് കയറ്റുന്നു. അങ്ങനെ എല്ലാവരെയും കൊണ്ട് ഗരുഡൻ എങ്ങോട്ടേക്ക് പറക്കുന്നു? കൈലാസത്തിലേക്ക് പറക്കുന്നു. ഹരേ കൃഷ്ണ. ഈ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മനസ്സിലിങ്ങനെ കടന്നു വരണം. അങ്ങനെ എല്ലാവരും കൂടി ഗരുഡൻ്റെ പുറത്ത് കയറി അങ്ങനെ പോവുകയാണ്. പുറകിനാരുണ്ട്? ദേവന്മാരും മുനിമാരും നാരദരും എല്ലാവരും ഗന്ധർവന്മാരും എല്ലാവരും പുറകിന് സഞ്ചരിക്കുന്നുമുണ്ട്. മുരാന്തകനും പുരാന്തകനും തമ്മിലുള്ള കൂടിക്കാഴ്ച കാണുന്നതിനായിട്ട് ബ്രഹ്മദേവനും ദേവന്മാരും യക്ഷന്മാരും ഗന്ധർവന്മാരും കിംപുരുഷന്മാരും അതുപോലെ തന്നെ പ്രഹ്ലാദൻ തുടങ്ങിയ ഭക്തന്മാരായ അസുരന്മാരും ശിവഭക്തന്മാരായ ബാണാസുരനും
വഹ്നി, വരുണൻ, കുബേരൻ, യമൻ, വായു, നിര്യതി, ഇന്ദ്രൻ തുടങ്ങിയ അഷ്ടദിക്പാലകന്മാരും നാരദാദി മുനിഗണങ്ങളും എല്ലാവരും ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് കൈലാസത്തിലേക്ക് എത്തിച്ചേരുന്നു. ആകാശത്തില് ദേവവിമാനങ്ങൾ നിരന്നു. ആദിത്യചന്ദ്രന്മാരും ആകാശ പരപ്പിൽ എന്തു ചെയ്യുന്നു? പ്രത്യക്ഷപ്പെടുന്നു. എല്ലാവരും ആ കാഴ്ച കാണാനായിട്ട് നിൽക്കുകയാണ്. കൃഷ്ണൻ അവതാരമാണ് എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും അദ്ദേഹത്തിൻ്റെ വൈഭവം എത്രമാത്രം ഉണ്ട് എന്നറിയുന്നതിനുള്ള ആകാംക്ഷയാണ് അവരെ എല്ലാവരെയും അവിടേക്ക് എത്തിച്ചത്. എല്ലാവരും അങ്ങനെ കൈലാസത്തിലേക്ക് നോക്കി നിൽക്കുന്ന ആ അവസരത്തിൽ ഒരു മഹാത്ഭുതം അവിടെ കാണപ്പെട്ടു. അതായത് വൈകുണ്ഠവും കൈലാസവും ഒന്നായി ഭക്തന്മാർക്ക് തോന്നുകയാണ്. മനോഹരമായ പൂക്കൾ എങ്ങും വിരിഞ്ഞു നിൽക്കുന്നു. മനോഹരങ്ങളായ ചെടികൾ, ആ ചെടികളിൽ അതിമനോഹരങ്ങളായ പൂക്കൾ, സുഗന്ധമുള്ളത്. ആ പൂക്കളുടെ സുഗന്ധത്തോടു കൂടിയ മന്ദമാരുതൻ അവിടെയൊക്കെ വീശുന്നു. പക്ഷിജാലങ്ങൾ മനോഹരങ്ങളായ ഗാനങ്ങൾ ആലപിക്കുന്നു. ഗംഗ ശാന്തമായി ഒഴുകുന്നു. ശിവഗണങ്ങളും വിഷ്ണു പാർഷദന്മാരും ഒന്നായി കാണപ്പെടുന്നു. എല്ലാവരും ഈ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് സോമസുന്ദരമൂർത്തി, അതായത് കൈലാസനാഥൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ കൈലാസത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള വിവരം തൻ്റെ ജ്ഞാനദൃഷ്ടിയാൽ അറിയുന്നു. അങ്ങനെ കൃഷ്ണൻ വന്നതറിഞ്ഞ പരമശിവൻ അംബികാസമേതം കാളപ്പുറത്തു കയറി ഭൂതഗണങ്ങളുടെ അകമ്പടിയോടുകൂടി സർപ്പഭൂഷണനായി, സർപ്പകുണ്ഡലനായി, ശൂലധാരിയായി, പിംഗലേക്ഷണനായി, മംഗളത്രിനേത്രനായി, ശാർദൂല ചർമ്മധാരിയായി, സർവാംഗ ഭസ്മലേപിതനായി, ചന്ദ്രകലാധരനായി, ഗംഗാമകുടഭാസിതനായി ചെന്താമരക്കണ്ണൻ്റെ സന്നിധിയിൽ വന്ന് വൃഷഭത്തിൻ്റെ മുകളിൽ നിന്നും താഴെ ഇറങ്ങുന്നു. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്നതറിഞ്ഞ് അംബികാസമേതനായി ഭഗവാൻ പരമശിവൻ കാളപ്പുറത്തു കയറി ഭൂതഗണങ്ങളുടെ അകമ്പടിയോടുകൂടി, പിന്നെ പറയുന്നത് ഭഗവാന്റെ രൂപവർണ്ണനയാണ്, തിരുരൂപവർണ്ണനയാണ്. അങ്ങനെ ഭഗവാൻ എവിടെ എത്തിച്ചേരുന്നു? കൈലാസനാഥൻ ചെന്താമരക്കണ്ണൻ്റെ മുമ്പിൽ എത്തിച്ചേരുന്നു. എന്നിട്ട് കാളപ്പുറത്തു നിന്നും താഴേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് കൃഷ്ണനെ നോക്കി കൈകൂപ്പി സ്വാഗതം ചെയ്യുന്നു. ഭഗവാൻ കൃഷ്ണനും ആ സമയത്ത് ഗരുഡൻ്റെ കണ്ഠത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി കൈലാസനാഥനെ കൈകൂപ്പി വന്ദിക്കുന്നു. അതിനുശേഷം കൃഷ്ണനും ശിവനും പരസ്പരം ആലിംഗനം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. അങ്ങനെ കൃഷ്ണനും ശിവനും പരസ്പരം ആലിംഗനം ചെയ്ത ആ സമയം അവർ ഒന്നായിത്തീരുന്നു. അങ്ങനെ ഒന്നായിത്തീർന്ന് പെട്ടെന്ന് തന്നെ അവർ അപ്രത്യക്ഷരായി. ദേവകളും മുനികളും അഷ്ടദിക്പാലകന്മാരും ഗന്ധർവന്മാരും എല്ലാവരും തന്നെ ആ കാഴ്ച കണ്ട് ഭക്തിവിവശരായി ആനന്ദപുളകം പൂണ്ട് നിന്നുപോയി. മലർമകൾ കാന്തനായ മാധവകൃഷ്ണനും മലമകൾ കാന്തനായ പരമശിവനും ഒന്നു തന്നെ എന്നു കണ്ടിട്ട്
ജയ ജയ കൃഷ്ണ, ജയ ജയ കൈലാസപതേ എന്ന് അവർ ഉച്ചത്തിൽ വാഴ്ത്തി സ്തുതിക്കുന്നു. പെട്ടെന്ന് അപ്രത്യക്ഷമായ ആ അവസ്ഥ വെടിഞ്ഞിട്ട് ഇന്ദുചൂടനും ഇന്ദിരാപതിയും വേറെ വേറെയായി പ്രത്യക്ഷപ്പെട്ടു. വിഷ്ണുവായ കൃഷ്ണനും ശിവനും ഒന്നു തന്നെ എന്നുള്ള ബോധം ദേവന്മാർക്കും മുനികൾക്കും മറ്റു കാണികൾക്കും ഒരു നിമിഷത്തേക്ക് തോന്നി എങ്കിലും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മായയാൽ അവർ പെട്ടെന്ന് തന്നെ അക്കാര്യം മറന്നു പോവുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ശിവനും വിഷ്ണുവും വേറെ വേറെ ആണ് എന്നുള്ള തോന്നൽ ആ നിമിഷം അവർക്ക് വീണ്ടും ഉണ്ടാകുന്നു. അതാണ് മായയുടെ കളി. മായയെ അതിജീവിക്കുന്നവൻ അവർക്ക് ഒന്നിലും ഭേദം തോന്നുന്നതല്ല. കൈലാസപതി കമലാപതിയെ ആലിംഗനം ചെയ്ത് കൂട്ടിക്കൊണ്ടുപോയി ഭദ്രപീഠത്തിലിരുത്തി വേണ്ട ഉപചാരങ്ങളൊക്കെ ചെയ്യുന്നു. അതിനുശേഷം കൃഷ്ണനോട് ശിവൻ ചോദിക്കുകയാണ്, അല്ലയോ സനാതനമൂർത്തേ ജനാർദ്ദന, അങ്ങ് ഇപ്പോൾ ഇവിടേക്ക് എഴുന്നള്ളുന്നതിൻ്റെ ഉദ്ദേശം അത് എന്താണ്? അങ്ങ് ഈ കൈലാസത്തിൽ വന്നതോടുകൂടി ഈ കൈലാസം ധന്യമായി തീർന്നിരിക്കുന്നു എന്ന് ശിവൻ കൃഷ്ണനോട് പറയുന്നു. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, ചന്ദ്രചൂഡപ്രഭു അംബികാപദേ, അങ്ങയെ തൃക്കൺ പാർക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. പുത്രലാഭത്തിനു വേണ്ടി തന്നെയാണ് വന്നത്. കാമദേവന്റെ വംശത്തിൽപ്പെട്ട ഒരു പുത്രൻ എനിക്കാദ്യം ഉണ്ടാകണം എന്ന് ബ്രഹ്മദേവൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങ് കാമദേവന്റെ ശത്രുവാണ്. അതുകൊണ്ട് വിധിപ്രകാരം ആ പുത്രൻ ഉണ്ടാകുന്നതിന് അവിടുന്ന് അനുഗ്രഹിക്കണം എന്ന് കൃഷ്ണൻ ശിവനോട് പറയുന്നു. അത് കേട്ടതും മൃത്യുഞ്ജയൻ മധുരമായി അരുളി ചെയ്യുകയാണ്, ഹേ മധുസൂദന മായാമാധവ, ലോകപിതാവായ അങ്ങേക്ക് ഒരു പുത്രൻ ഉണ്ടാകുന്നതിന് എൻ്റെ അനുഗ്രഹം വേണമോ? അങ്ങ് എന്താണ് പറയുന്നത്? മന്മഥൻ അങ്ങയുടെ പുത്രനായി ജനിക്കുവാൻ യോഗമുള്ളവനാണ്. അതുകൊണ്ട് മന്മഥൻ്റെ ശത്രു, മന്മഥ വൈരി എന്നുള്ള നിലയിൽ ചില രഹസ്യങ്ങൾ ഞാൻ അങ്ങയോട് പറയാം. എന്നിൽ നിന്നുണ്ടായ നേത്രാഗ്നിയിൽ ദഹിച്ചുപോയ കാമദേവൻ ലോകത്തിന് ഉപകാരം ചെയ്യുന്നതിനു വേണ്ടി വീണ്ടും ജന്മമെടുത്തു എങ്കിലും അവനിൽ അന്തർഭവിച്ചിരുന്ന ഒരു മഹാചൈതന്യം ഇന്നും ജന്മം ലഭിക്കാതെ അവശേഷിക്കുന്നുണ്ട്. അവൻ്റെ പത്നിയായ രതീദേവി ആ അവശിഷ്ട കാമചൈതന്യത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഇന്നും എന്നെ സേവിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അവൻ അങ്ങയുടെ പത്നി രുക്മിണിയിൽ ഒരു പുത്രനായി ജനിക്കുവാൻ ഞാനിതാ അനുഗ്രഹിക്കുന്നു. യദുവംശത്തിൽ അവൻ വിഖ്യാതനായി തീരുകയും ചെയ്യും. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരനായി അവൻ ഭവിക്കുകയും ചെയ്യും. ഇങ്ങനെ പറഞ്ഞ് ശിവൻ കൃഷ്ണനെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ പരമശിവൻ്റെ ഇപ്രകാരമുള്ള സംഭാഷണം കേട്ടിട്ട് സന്തുഷ്ടനായ കൃഷ്ണൻ കൃതജ്ഞതയോടുകൂടി മഹേശ്വര തൃപ്പാദങ്ങളെ നമസ്കരിക്കുന്നു. രണ്ടുപേരും ഗാഢമായി ആലിംഗനം ചെയ്ത ശേഷം പരസ്പരം അതാ യാത്ര പറയുന്നു. അതോടുകൂടി ദേവന്മാരും ഗന്ധർവന്മാരും മറ്റ് മാമുനികളുമെല്ലാം ആ കാഴ്ചകൾ കണ്ട് നിർവൃതിയോടുകൂടി
മറയുകയും ചെയ്തു. അതിനുശേഷം ഗരുഡൻ്റെ കഴുത്തിൽ കയറി പീതാംബരൻ അടുത്ത ദിവസം തന്നെ ദ്വാരകയിൽ എത്തിച്ചേരുന്നു. അതിനുശേഷം പരമശിവൻ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് രുക്മിണീ ദേവിയോട് പറയുകയും ചെയ്തു. അധികം താമസിയാതെ വൈദർഭി രുക്മിണീ ദേവി ഗർഭം ധരിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. അങ്ങനെ ഇവിടെ രുക്മിണീ ദേവി ഗർഭവതിയായി. നമ്മൾ ഈ കഥയിൽ നിന്നും മനസ്സിലാക്കേണ്ടുന്ന ധാരാളം പാഠങ്ങളുണ്ട്. അതായത് വിഷ്ണുവും ശിവനും ഒന്നു തന്നെ, പക്ഷേ നമ്മൾ ഓരോരുത്തരും വിഷ്ണുമായയുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് എല്ലാം വ്യത്യസ്തമാണ് എന്ന് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് പലരും പല അബദ്ധങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷേ മായയെ അതിജീവിച്ച മനുഷ്യൻ, ആ മനുഷ്യന് ഒന്നിലും ഭേദം ഉണ്ടാകുന്നതല്ല. പ്രധാനമായിട്ടും പലരും ചോദിക്കുന്ന ചോദ്യം, ഏകാദശി എടുക്കുന്നവർക്ക് പ്രദോഷമെടുക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതിനുള്ള ഉത്തരം നിങ്ങൾക്കിവിടെ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കാമദേവനെ പരമശിവൻ തൻ്റെ തൃക്കണ്ണു തുറന്ന് തൃക്കണ്ണിൽ നിന്നും, മൂന്നാമത്തെ തൃക്കണ്ണിൽ നിന്നും വന്ന ആ അഗ്നിയിൽ ദഹിപ്പിച്ചു കളഞ്ഞിരുന്നു. പിന്നീട് പാർവതീദേവിയെ വിവാഹം കഴിക്കുന്ന സമയത്ത് വീണ്ടും കാമദേവൻ ജനിച്ചു എങ്കിലും മുമ്പുണ്ടായിരുന്ന കാമദേവൻ്റെ ആ പൂർണ്ണമായ ഗുണങ്ങളൊന്നും തന്നെ, പല ഗുണങ്ങളും രണ്ടാമതു ജനിച്ച കാമദേവൻ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ആ ഗുണങ്ങൾ ഇന്നും ജനിക്കാതെ അവശേഷിച്ചതുകൊണ്ട് രതീദേവി വീണ്ടും പരമശിവനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഗുണങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ശ്രേഷ്ഠനായ പുത്രനായിരിക്കും രുക്മിണീ ദേവി പ്രസവിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അനുഗ്രഹിക്കുന്നത് എന്നാണ് ശിവൻ പറയുന്നത്. ഇവിടെ കാമദേവൻ്റെ ശത്രുവായിരുന്നു ശിവൻ, അല്ലേ? എന്നാൽ കാമദേവനോട് ഇഷ്ടമുള്ള ആളാണ് ആര്? വിഷ്ണു. ഇവിടെയും നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതായത് പരമശിവൻ്റെ വൈരിയായ കാമദേവൻ, ആ കാമദേവൻ്റെ അംശം കൊണ്ട് തനിക്കൊരു പുത്രൻ ഉണ്ടാകണമെന്ന് വിധിയുണ്ട്. അതുകൊണ്ട് തന്നെ പരമശിവൻ്റെ വൈരിയായ കാമദേവൻ്റെ അംശം തൻ്റെ ഭാര്യയുടെ ഉദരത്തിൽ ജനിക്കുന്നു. അതിനു മുമ്പ് പരമശിവൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തെ കണ്ട് ഈ വിവരം ധരിപ്പിക്കണം, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങണം എന്നുള്ള ഒരു മര്യാദ, ആ മര്യാദ കൂടി ഇവിടെ ഭഗവാൻ കാണിച്ചിരിക്കുന്നു. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എന്തു ചെയ്യണം? മനസ്സിലാക്കണം. ഒരു നല്ല കാര്യം സംഭവിക്കുന്നതിന് മുമ്പ് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങണം എന്നുള്ള ഒരു വലിയ സന്ദേശം അതും ഭഗവാൻ ഈ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഈ ഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ രുക്മിണീ ദേവി ഗർഭവതിയായിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യമാണ് ഇനി നാളെ നമ്മൾ പറയുന്നത്. ഭഗവാന്റെ പുത്രനെ കാണണ്ടേ നമുക്ക്? ആ പുത്രന് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം കൂടി നമുക്ക് ഓരോരുത്തരും അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു നിമിഷത്തിന് വേണ്ടി ഇനി എന്തൊക്കെ കോലാഹലങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഭഗവാന്റെ കൂടെ യാത്ര ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഈ ഭാഗം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഭഗവാനെ സ്നേഹിക്കുക. ഭഗവാന്റെ ആ മാനസികമായ അവസ്ഥ നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളുക. ഹരേ കൃഷ്ണ.